നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന വാർത്ത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളീയർക്ക് കൗതുകവും ആവേശവും പ്രതീക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു കാര്യം കേരള ജനത്തോട് ആദ്യമായി പറഞ്ഞതാകട്ടെ മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടിയും. എന്നാൽ ഇപ്പോൾ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല എന്ന വാദവുമായാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ സമീപിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് കേരളത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുക മാത്രമായിരുന്നു താനെന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനു ശേഷം സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അമേഠിയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാൻ രാഹുലിനെ ക്ഷണിച്ചെന്നും തുടർന്ന് മറ്റൊരു ദിവസം രാഹുൽ വയനാട് മത്സരിക്കാൻ വരുമെന്നും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രഖ്യാപനം കേട്ടാൽ തോന്നും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചെവി കേൾക്കാതെ മണ്ടന്മാരായിരിക്കുകയാണെന്ന്. ഏതായാലും അമേഠിയിൽ നിന്നും സ്മൃതി ഇറാനിയെ പേടിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് അഭയം പ്രാപിക്കാൻ നിന്ന രാഹുലും ഇപ്പോൾ വയനാട്ടിലേക്ക് ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറിയേക്കും എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ശക്തമായ സമ്മർദ്ദവുമായി UPA ഘടകകക്ഷികൾ ഇടപെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ ഇല്ലെങ്കിൽ വയനാട്ടിൽ ടി സിദ്ദിഖ് തന്നെയാകും സ്ഥാനാർത്ഥി. എന്നാൽ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ആവേശം കൊണ്ട കേരള നേതൃത്വത്തിന് കനത്ത നിരാശ നൽകുകയാണ് രാഹുലിന്റെ പിന്മാറ്റം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതിനുള്ള കടുത്ത അതൃപ്തി UDF ഘടകകക്ഷികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരത്തെ അറിയിച്ചിരുന്നു. രാഹുൽ പിന്മാറുന്നത് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കാരണമല്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചുമിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.